ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. ഞങ്ങൾ ദമാമിൽ എല്ലാവരും കൂടി പെട്ടിയും കിടക്കി എടുത്ത് ജുബൈലിലേക്ക് പോയതാണ്. ഈ ഒരു വാനിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. ഇത്രയും ഗെറ്റപ്പിൽ പോയിട്ടും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു മുട്ട മണിയായിരുന്നു. വിശന്നാൽ ഞങ്ങളല്ലാതാവും. അതുകൊണ്ട് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ സ്നാക്സ് എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ച് തീർത്ത ശേഷം പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ വായി നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. ഞങ്ങൾ അവിടെ ഒരു പാർക്കിലേക്കായിരുന്നു പോയത്. പക്ഷേ എന്തൊക്കെയോ പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെ പാർക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രാത്രി പാർക്കിൽ സ്പെൻഡ് ചെയ്യണം, ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്നുള്ള പ്ലാനിൽ അതിനുള്ള സാധനങ്ങളെല്ലാം ഇറക്കി കെട്ടിയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ആ പ്ലാനെല്ലാം നന്നായിട്ട് തന്നെ ചീറ്റിപ്പോയി. എന്നാൽ പിന്നെ അടുത്തുള്ള ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്ന് തിരയണമെന്ന് വിചാരിച്ചു. അതിന് ഇവിടുത്തെ ബീച്ചിൽ തിരയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ വെറുപ്പിച്ചതിന് ശേഷം ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് ഞങ്ങൾ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല. ഒരു കരച്ചിൽ ഒഴിവാക്കി സമാധാനപരമായി ഇതിനെ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ടാസ്ക്. എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ആരെയും മൈൻഡ് ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതെ അവളുടെ പണി തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഒരു സമാധാനപരമായ തിരിച്ചുപോക്ക് ഇവിടുന്ന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിലവിളി ശബ്ദത്തോടു കൂടി തന്നെ അതിനെ എടുത്ത് വണ്ടിയിലേക്ക് ഇട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ അടുത്ത് തന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കായിരുന്നു പോയത്. പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ആകെ അസ്വസ്ഥരായിരുന്നു. പക്ഷേ വണ്ടിയിലിരുന്ന് ഇവിടുത്തെ ഈ വ്യൂസൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തിയപ്പോഴേ പിള്ളേർ ചാടി ഓടി വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഞങ്ങളും പോയി. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഓടിച്ചാടി പോയ പിള്ളേർ അറിഞ്ഞില്ല അവർക്കുള്ള അടുത്ത പണി വരാൻ പോകുന്നുണ്ടെന്ന്. ഈ ഒരു സ്ഥലം ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്കുള്ള എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കേണ്ട, അവിടെ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞ പ്രതിഷേധത്തിലുള്ള ഇരിപ്പായിരുന്നു ഇത്. ഏതാണ്ട് ഇടിവെട്ടിയൻ്റെ കലയിൽ പാമ്പും കൂടി കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു പാവം പിള്ളേർ. പക്ഷേ ഒരാൾ മാത്രം ഇവിടെ നല്ല ഹാപ്പിയായിരുന്നു. പുള്ളിക്കാരി മാത്രം ഇവിടെ എപ്പോഴും ബിസിയായിരുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ തറയെന്ന് പറക്കി ഗ്ലാസ്സിലിടുക എന്ന കലാരൂപത്തിന് ശേഷം കുഞ്ഞിപ്പാത്തു അവതരിപ്പിക്കുന്ന പുതിയ കലാരൂപം. അവൾ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച ഈ ഒരു കലാരൂപത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. അതിനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറേ നേരത്തെ കാട്ടുകൂട്ടലുകൾക്ക് ശേഷം ഇനി ഒരല്പം വിശ്രമം. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം അവിടുത്തെ ചെടിയും പൂക്കളും കാടും പടലും ഒക്കെ വായി നോക്കി ഇങ്ങനെ നടന്നു. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഇങ്ങനെ കുറേ സ്റ്റാർസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതും എന്നെ പറ്റിച്ചു. ആ സ്റ്റാർസ് മാറി പിന്നെ വേറെ എന്തൊക്കെയോ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി വീണ്ടും സ്റ്റാർസ് വന്നു. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയില്ല, വീണ്ടും പറ്റിച്ചാലോ. അപ്പോഴത്തേക്ക് കുഞ്ഞിപ്പാത്തു വീണ്ടും ഫോമിലായി. അവളവിടെ കളിക്കുന്ന സമയത്ത് ഞാൻ ഈ വാട്ടർ ഫൗണ്ടെയിനൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വേറെ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പിള്ളേരെ കണ്ട് പാവം തോന്നി. പിന്നെ കുറച്ച് നേരം അവരെ വെള്ളത്തിൽ കളിക്കാനായി വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് പറഞ്ഞു വിട്ട പിള്ളേരെ പിന്നെ തിരിച്ച് കയറ്റാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ വാറ്റിത്തിരിഞ്ഞിട്ട് നോക്കിയപ്പോൾ കൂടെ വന്ന ആരെയും കണ്ടില്ല. അവരെല്ലാം നോക്കിയപ്പോൾ ഈ ഒരു സാധനത്തിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ലായിരുന്നു. എന്നാൽ പിന്നെ സ്വപ്നങ്ങൾക്ക് ചിറക് വരിച്ച് ഞാനും ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ടും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ സാധനം ഇവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കാൻ വന്ന ഞാൻ ഈ സാധനം ഒക്കത്തുള്ള ഫോട്ടോയും എടുത്ത് തിരിച്ചു പോകേണ്ടി വന്നു. ഈ ഫോട്ടോ എന്തായാലും ചീറ്റിപ്പോയി. പക്ഷേ സാരമില്ല, അടുത്ത് തന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. ഹാർട്ട് ഷേപ്പ് കണ്ടാൽ പിന്നെ കപ്പിൾ ഫോട്ടോ മസ്റ്റ് ആണല്ലോ. എങ്കിൽ പിന്നെ ഇനി അത് നോക്കാമെന്ന് വിചാരിച്ച് എവിടെയോ ആരെയോ ആയി നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ കെട്ടിയോനെയും കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹാർട്ട് ഷേപ്പിൻ്റെ മുന്നിൽ നിന്നപ്പോൾ വീണ്ടും അത് തന്നെ അവസ്ഥ. പാത്തുക്കുട്ടി ഒരു വിധത്തിൽ ഒക്കത്തൊന്നും മാറത്തില്ല. അങ്ങനെ പിന്നെ അതും ചീറ്റിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ എവിടെയോ കളിച്ചുകൊണ്ടിരുന്ന മോനെയും കൂടി വിളിച്ചുകൊണ്ട് വന്ന് കപ്പിൾ ഫോട്ടോയ്ക്ക് പകരം ഫാമിലി ഫോട്ടോ എടുത്ത് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പാവം ഞാൻ. അപ്പോഴത്തേക്കും നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകാറായി. രാത്രിയായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഞങ്ങളുടെ പ്ലാനൊന്നും നടന്നില്ലെങ്കിലും പാർക്കിനേക്കാളും എല്ലാവർക്കും ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്പെൻഡ് ചെയ്ത ടൈമെല്ലാം നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. പക്ഷേ അപ്പോഴും പാർക്കിൽ നിന്ന് ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുവന്ന ചിക്കനും കൂട്ടരും വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനി നാളെ വീട്ടിൽ പോയി കറി വെച്ച് കഴിക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്